നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനം സംവരണം 1-2 ദിവസത്തിനകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്ന് സൂചന. പാചകവാതക സിലിണ്ടറുകൾ ബുക്കിംഗ് കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്താൽ ലഭിക്കാൻ 1 മാസം വരെ കാത്തിരിക്കേണ്ടതായി വരുന്നുവെന്ന് ആക്ഷേപം. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. MLA ഫണ്ടിൽ നിന്നും 29 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനം സംവരണം 1-2 ദിവസത്തിനകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് സൂചന. പട്ടികജാതി, പട്ടികവർഗ വനിത, പട്ടികജാതി വനിത, പട്ടികവർഗ വനിത എന്നീ വിഭാഗങ്ങൾക്കായി കോർപ്പറേഷനുകൾ, നഗരസഭകൾ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിൽ ഓരോന്നിലെയും സംവരണം നിശ്ചയിച്ചുള്ള പ്രഖ്യാപനമാണ് നടത്തേണ്ടത്. ആകെ സംവരണത്തിന്റെ എണ്ണം നേരത്തെ സർക്കാർ നിശ്ചയിച്ചു നൽകിയിരുന്നു. ഇത് ഏതൊക്കെ തദ്ദേശ സ്ഥാപനത്തിനെന്ന് നിശ്ചയിക്കാനുള്ള അധികാരമാണ് കമ്മീഷനുള്ളത്. ഓരോ ജില്ലയിലും എത്ര വീതം അധ്യക്ഷ സ്ഥാനങ്ങളാണ് ഓരോ സംവരണം എന്നുള്ളത് വിഭാഗത്തിലും വീതിച്ചു നൽകിയുള്ള വിജ്ഞാപനം ഇന്നലെ കമ്മീഷൻ പുറത്തിറക്കി. പാചകവാതക സിലിണ്ടറുകൾ ബുക്കിംഗ് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്താൽ ലഭിക്കാൻ 1 മാസം വരെ കാത്തിരിക്കേണ്ടതായി വരുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പാചകവാതകം വിതരണം ചെയ്യുന്ന ഏജൻസികളിലേക്ക് പാചകവാതക ഫില്ലിംഗ് പ്ലാന്റുകളിൽ നിന്നും ആവശ്യത്തിന് ലോഡ് എത്താത്തതാണ് ഇപ്പോഴത്തെ പാചകവാതക ക്ഷാമത്തിന് കാരണമായി പറയുന്നത്. കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും നിത്യേന 2 ലോഡ് സിലിണ്ടറുകൾ വന്നിരുന്ന സ്ഥാനത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 ലോഡ് മാത്രമാണ് വരുന്നതെന്നും പറയുന്നു. പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കുന്നതിന് സർക്കാർ തലത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 82 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അണ്ടത്തോട് സ്വദേശി പാലിയത്ത് വീട്ടിൽ അക്ബറിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. 2024 വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലായാണ് വിധി. മൂത്ത സഹോദരി പീഡന വിവരം മാതാവിനോട് പറയുകയും തുടർന്ന് ഇളയ സഹോദരിയോട് സംസാരിച്ചതോടെയാണ് പീഡനത്തിനിരയാക്കിയ വിവരം അറിയുന്നത്. തുടർന്ന് മാതാവ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയുമായി സംസാരിച്ചതിനെ തുടർന്ന് അധ്യാപികയുടെ നിർദ്ദേശാനുസരണമാണ് പോലീസിൽ പരാതി നൽകിയത്. വടക്കേക്കാട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സതീഷ് കെ രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ KP ആനന്ദാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, അഡ്വക്കേറ്റുമാരായ KN അശ്വതി, TV ചിത്ര എന്നിവർ ഹാജരായി. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി തൃത്താല സ്വദേശിനി ഷംല ഹംസ. ഇത് 2ാം തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തൃത്താലയെ തേടിയെത്തുന്നത്. മകളുടെ അവാർഡ് നേട്ടത്തിൽ നടിയുടെ ഉപ്പ ഹംസയും ഉമ്മ ഫാത്തിമയും ആഹ്ലാദം പങ്കുവച്ചു. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയതിനാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംലയെ തേടിയെത്തിയത്. തൃത്താല പഞ്ചായത്തിലെ അത്താണിക്കൽ വീട്ടിൽ ഹംസയുടെയും ഫാത്തിമയുടെയും മകളാണ് ഷംല ഹംസ. മകളുടെ അവാർഡ് നേട്ടത്തിൽ തികഞ്ഞ ആഹ്ലാദത്തിലാണ് കുടുംബം. തിരുവനന്തപുരത്ത് IFFK അതിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു. അതിന് മോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാൻഡസിറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ക്രിട്ടിക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പോൾ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. കുടുംബസമേതം എടപ്പാളിലെ തിയേറ്ററിലെത്തിയാണ് തങ്ങൾ മകളുടെ സിനിമ കണ്ടതെന്നും നാം ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയെന്നും മാതാവ് ഫാത്തിമ പറഞ്ഞു. ഞങ്ങൾ കണ്ട് ഉപ്പിയമ്മി ഞങ്ങളുടെ കുടുംബം മരുമകൾ എല്ലാവരും പോയിട്ട് മക്കൾ അടക്കം പോയിട്ട് പൊന്നെ ഇവിടെ എടപ്പാൾ പോയിട്ട് സിനിമ കണ്ടത്. നല്ല സിനിമയാണ്, കാണാൻ പറ്റാവുന്ന എല്ലാവരും കാണാൻ പറ്റാവുന്ന സിനിമയാണ്. ഒരു കുടുംബകഥ, മുമ്പകാലത്തെ കുടുംബകഥയിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഫാസിൽ മുഹമ്മദാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ.
ലിംഗസമത്വം, സാംസ്കാരിക പാരമ്പര്യം, വ്യക്തിശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ചിത്രം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാ, ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആള്. ആ ഇന്റെ വരെ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞത് നാട്ടിൽ കേൾക്കൂല. മനസ്സിലായി എനിക്ക്? എന്ത് ഫെമിനിച്ചി? കഴിഞ്ഞ വർഷം മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ചന്ദ്രൻ തൃത്താല പരുതൂർ സ്വദേശിനിയാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. AC മൊയ്തീൻ MLAയുടെ ഫണ്ടിൽ നിന്നും 29 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 15-ാം വാർഡ് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 നിലകളിലായി അടുക്കള, സ്റ്റോറൂം, വർക്ക് ഏരിയ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, MC ഐജു, NP അജയൻ, റിജി ജോർജ്, സ്വപ്ന പ്രദീപ്, സതി മണികണ്ഠൻ, KB ബബിത, ICDS സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ, അംഗൻവാടി വർക്കർ ME സുമതി, ഹെൽപ്പർ MK ഗീത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാമൂഹ്യ വികസന കേന്ദ്രം പോലെ പ്രവർത്തിക്കുകയാണ് അംഗൻവാടികൾ. അപ്പോൾ പഴയ സൗകര്യങ്ങൾ പോലെ ആധുനിക കാലഘട്ടത്തിലെ പുതിയ സൗകര്യങ്ങൾ നമ്മൾ താമസിക്കുന്ന വീടിനുണ്ടാകണം, നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിനുണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് MLA ഫണ്ടിൽ നിന്ന് പണം നൽകി നാട്ടുകാരുടെ കൂടി പരിശ്രമ ഫലമായി ഇങ്ങനെ മനോഹരമായ ഒരു അംഗൻവാടി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിനെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കരാറുകാരൻ, മറ്റുള്ള സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് 55,50,000 രൂപ വകയിരുത്തിയാണ് സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. വരവൂർ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിഖിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK യശോദ, TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രീതി എന്നിവർ സംസാരിച്ചു. ഇനി അത് മറ്റ് വലിയ ഹോസ്പിറ്റലുകൾ അതിൻ്റെ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. മറ്റൊന്ന് ജി ഗേറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളെ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ചലനശേഷി നഷ്ടപ്പെട്ട അതിൻ്റെ പ്രവർത്തനം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പുതിയ ചികിത്സാ രീതി, അത് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഇനി അത് തുടക്കം കുറിച്ചു. ഇനി മറ്റു ഹോസ്പിറ്റലുകളിൽ ഇതിൻ്റെ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. കളിയും കലയുമാണ് ലഹരി എന്ന സന്ദേശവുമായി കടവല്ലൂർ പഞ്ചായത്തിലെ 80 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാറ്റ് ബോൾ, വോളിബോൾ, ഷട്ടിൽ ബാറ്റ്, കാരം ബോർഡ്, ചെസ് ബോർഡ് എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ സ്പോർട്സ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ ഒറ്റപ്പിലാവ് സബ് സെന്ററിന് സൗജന്യമായി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയ ചെമ്പേത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ സെഫിയയെ പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഭൂമിയുടെ ആധാരം പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് സഫിയയിൽ നിന്നും ഏറ്റുവാങ്ങി. 5 വർഷം മുമ്പ് ഒറ്റപ്പിലാവ് അങ്കണവാടിക്കായും ഈ കുടുംബം സൗജന്യമായി സ്ഥലം നൽകിയിരുന്നു. പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ക്ലബ്ബ് ഭാരവാഹികളും സെഫിയയുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അവഗണിക്കേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് നമ്മുടെ യൂത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം. അത്തരത്തിൽ കുട്ടികളെ കളിക്കാനും അവർക്ക് ഈ കളി എന്നതൊരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 80 ക്ലബ്ബുകൾക്കാണ് നമ്മൾ അത് സ്പോർട്സ് കൗൺസിലുമായിട്ട് രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ ജില്ലാ രജിസ്റ്ററുമായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളെ അല്ല പരിഗണിക്കണമെന്ന് തീരുമാനിച്ചു. കളിക്കാൻ ആഗ്രഹിക്കുന്ന, കളി നടക്കുന്ന നമ്മുടെ വാർഡ്
കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ഡയാലിസിസ് സെന്ററും ഫിസിയോതെറാപ്പി സെന്ററും സ്ഥാപിക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിനോടൊപ്പം തന്നെ അവിടെ 10 മെഷീനുകളോട് കൂടിയ ഒരു ഡയാലിസിസ് കേന്ദ്രവും ആളുകൾക്ക് ഡയാലിസിസ് ആവശ്യമുള്ളത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിയോതെറാപ്പി കേന്ദ്രവും അതുപോലെ തന്നെ സമൂഹത്തിൽ വിവിധ തരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു കൗൺസിലിംഗ് കേന്ദ്രവും കൂടി അടങ്ങുന്ന ഒരു കേന്ദ്രം പണിയാനാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കുന്നംകുളം ആസ്ഥാനമായി 10 വർഷം മുൻപ് രൂപം കൊണ്ട ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകൾക്കാണ് ആശ്വാസമേകിയത്. സൊസൈറ്റി 10ാം വാർഷികം ആഘോഷിക്കുന്ന അസുലഭ മുഹൂർത്തത്തിൽ 3.5 കോടി രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററും ഫിസിയോതെറാപ്പി സെന്ററും യാഥാർത്ഥ്യമാക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ കാണിപ്പയ്യൂരിൽ സംഘടന സ്വന്തമാക്കുന്ന 44 സെന്റ് ഭൂമിയിലാണ് 5000 സ്ക്വയർ വിസ്തീർണമുള്ള കെട്ടിടം ഒരുക്കുന്നത്. ഡയാലിസിസ് ഫിസിയോതെറാപ്പി സേവനങ്ങൾക്ക് പുറമെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള കൌൺസിലിംഗ് കേന്ദ്രവും സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഓഫീസ് സംവിധാനവും കെട്ടിടത്തിൽ സജ്ജമാക്കും. പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഡയാലിസിസ് സെന്ററിന് ആവശ്യമായ 44 സെന്റ് സ്ഥലം വാങ്ങുന്നതിലേക്ക് 1 സെന്റ് സ്ഥലത്തിന്റെ വിലയായ 3 ലക്ഷം രൂപ പദ്ധതിയുടെ ആദ്യ സംഭാവനയായി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ചടങ്ങിൽ വെച്ച ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾക്ക് കൈമാറി. പദ്ധതിയുടെ ധനസമാഹരണത്തിനായുള്ള ബ്രോഷറിന്റെ പ്രകാശനം ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പ്രമുഖ പ്രവാസി വ്യവസായിയും ഫാൽക്കൺ ഗ്രൂപ്പ് സ്ഥാപകനുമായ എം മൊയ്തുണ്ണിക്ക് നൽകി നിർവഹിച്ചു. ഷെയർ ആൻഡ് കെയർ സമൂഹത്തിലെ നിരവധി പേർക്ക് കൈത്താങ്ങാകുന്നുണ്ടെന്നും സംഘടനയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും യൂലിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഈ പറഞ്ഞ ATG-ഉണ്ട്, CSR ഫണ്ടൊക്കെ മേടിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതുപോലെ വളരെ സുതാര്യമായിട്ട് ഇതിൻ്റെ എല്ലാ വർഷവും യോഗം കൂടി കണക്കുകൾ അവതരിപ്പിച്ച് അത് ഗവൺമെൻറ്റിനെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഞാനും ഇതിൽ ആക്റ്റീവായിട്ട് സഹകരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യമുണ്ടെങ്കിലും എൻ്റെ ഒരു സമയം കൂടെ ചോദിച്ചിട്ടാണ് ലഭ്യമാക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പെൻകോ ബക്കർ, ഷമീർ ഇഞ്ചിക്കാലയിൽ, CK അപ്പുമോൻ, ജിനാസ് തെക്കേക്കര, സക്കറിയ ചീരൻ, EMK ജിഷാർ, KV സാംസൺ എന്നിവർ പങ്കെടുത്തു. CPIM അംഗവും SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും DYFI തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരിക്കെ RSS കൊലപ്പെടുത്തിയ ഫാസിലിന്റെ 12ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണത്തോടനുബന്ധിച്ച് ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, PK രമേശ്, KK മനോജ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ് എന്നിവർ സംസാരിച്ചു. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി. പെരുമ്പിലാവ് KR ഇൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് KR രജിൽ അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ നേതാക്കളായ അതുല്യ ഘോഷ്, സംഗീത വിശ്വനാഥ്, PK സന്തോഷ്, ഇന്ദിര ടീച്ചർ, ശ്രീലാൽ, ശോഭന ലക്ഷ്മണൻ, ശശികുമാർ മങ്ങാടൻ എന്നിവർ സംസാരിച്ചു. 250ഓളം പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷന് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീഹരി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് കുടുംബ സംഗമങ്ങൾക്ക് സമാപനമായി. 6ാമത്തെയും അവസാനത്തേതുമായ കുടുംബസംഗമം തൈക്കാട്ടിൽ ഡെയ്സി ജോസിന്റെ വസതിയിൽ നടന്നു. പ്രസിഡന്റ് M ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി CI മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSSPU ചൊവ്വന്നൂർ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ VA ജോണി, AF ജോണി, CU ആലീസ്, KL ആനി എന്നിവർ സംസാരിച്ചു. പെൻഷൻകാർക്ക് 4% ക്ഷാമാശ്വാസം അനുവദിച്ച കേരള സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചനെ ആദരിച്ചു.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ രാധാകൃഷ്ണൻ, PG ദീപു പ്രസാദ്, അംഗങ്ങളായ പ്രീതി ഷാജു, MA നസീബ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KA അൻസാർ അഹമ്മദ്, യൂത്ത് കോർഡിനേറ്റർ വിഷ്ണു എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മളെല്ലാവരും സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കലാകായിക രംഗത്ത് നമ്മൾ മത്സരിക്കാറുണ്ട്, സമ്മാനം മേടിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കോളേജ് ജീവിതം കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്കൂൾ ജീവിതം കഴിഞ്ഞാലും യുവാക്കൾക്ക് അവർക്ക് ഈ കലാകായിക രംഗത്തുള്ള അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കേരളോത്സവം പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ കണ്ടതിനു ശേഷം 4 വയസ്സുകാരൻ ആദ്യ വീറിന് ഒരേയൊരു വാശി, സൂപ്പർ ഹീറോ ചന്ദ്രയെ കാണണം. ഒടുവിൽ ആ കുരുന്ന് ആരാധകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് നടി കല്യാണി പ്രിയദർശൻ. കോട്ടപ്പടി സ്വദേശി സുബീഷ് ഗുരുവായൂരിന്റെ മകനാണ് വീരു എന്ന് വിളിക്കുന്ന ആദ്യവീർ. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥി. റിലീസിന് തന്നെ ലോക സിനിമ കുടുംബസമേതം കണ്ടിരുന്നു. വീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതും കണ്ടു. പിന്നെയാണ് ചന്ദ്ര ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ആവശ്യപ്പെടുന്നത്. മകന്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു കൊടുത്തു. പിന്നെ ചന്ദ്രയെ നേരിട്ട് കാണണമെന്നായി വാശി. വീട്ടുകാർ സമാധാനിപ്പിച്ചുവെങ്കിലും വീർ അടങ്ങിയില്ല. അങ്ങനെയാണ് ക്യാമറമാനായ അച്ഛൻ മകന്റെ കരച്ചിൽ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. ആ നിഷ്കളങ്കത ഉടൻ തന്നെ വൈറലായി. ചന്ദ്ര ചേച്ചി പറഞ്ഞല്ലേ കല്യാണി പ്രിയദർശനെ കാണണ കുട്ടിക്ക് എന്തത്ര ഇഷ്ടം തോന്നാൻ കാരണം വരുവിന്? അച്ഛൻ നോക്കട്ടെ കേട്ടോ, അച്ഛൻ ശ്രമിക്കാം. ഓക്കെ, കരയണ്ട കേട്ടാ. ചുമർ ചിത്രകലാകാരൻ ദിലീപ് സ്വസ്തിക് ഈ വീഡിയോ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ ബന്ധുവിന് കൈമാറി. ഇവർ വഴിയാണ് കല്യാണി വീഡിയോ കാണുന്നത്. ഉടൻ തന്നെ വീഡിയോ കോളിൽ വീറുമായി സംസാരിച്ചു. ഞാൻ ആരാന്ന് മനസ്സിലായോ? ചന്ദ്ര ചേച്ചി. എന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? കല്യാണി പ്രിയദർശൻ. ഞാൻ ആ വീഡിയോ കണ്ടു കേട്ടോ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ, അതെ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അത് കൊറേ ദിവസമായി അത് തുടങ്ങിയിട്ട്. പിന്നെ അത് അപ്പൊ ആ ഒരു സമയത്ത് കിട്ടിയപ്പോ ഒന്ന് റെക്കോർഡ് ചെയ്തെന്ന് മാത്രം. അയ്യോ, ഇപ്പൊ ഹാപ്പിയാണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇനി വാശി പിടിച്ച് കരയില്ലെന്ന് വീർ സൂപ്പർ ഹീറോയ്ക്ക് ഉറപ്പു നൽകി. ലോകയുടെ 2ാം ഭാഗം എന്നാണ് റിലീസാകുന്നതെന്ന് ചോദിക്കാനും മറന്നില്ല. ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കണമെന്ന കുട്ടി ആരാധകന്റെ ആവശ്യം അംഗീകരിച്ച കല്യാണി ഇനി ഗുരുവായൂരിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്നും ഉറപ്പു നൽകി. പാർട്ട് 2 അടുത്ത വർഷം ഹോപ്പ്ഫുള്ളി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിളിക്കാം, ഗുരുവായൂർ വന്നാ ഞാൻ വിളിക്കാം കേട്ടോ. ട്രൈ ചെയ്യാം കേട്ടോ. മകന്റെ ആഗ്രഹം സാധിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സുബീഷ് പറഞ്ഞു. അപ്പൊ ഈ സിനിമയിലെ കല്യാണി പ്രിയദർശന്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഈ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടോയ്സ് ഒക്കെ മേടിപ്പിച്ചു. പിന്നെ ഒരു തവണ കൂടി ഈ സിനിമ കാണാൻ പോകേണ്ടി വന്നു. അത്രയും ഒരു വാശിയായി മൂപ്പർക്ക്. അപ്പൊ അങ്ങനെയാണ് 2 തവണയാണ് വാശി പിടിച്ചത്. അപ്പൊ ആദ്യത്തെ തവണ വാശി പിടിച്ചപ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, അവന്റെ ഈ കരച്ചിലും ഈ പറച്ചിലും ഒക്കെ കണ്ടപ്പോ. അതുകൊണ്ടാണ് രണ്ടാമത്തത് കരയുമ്പോ അപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പോർക്കുളം പഞ്ചായത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി, കുന്നംകുളം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, ലയൺസ് ക്ലബ് കുന്നംകുളം എന്നിവർ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. വെസ്റ്റ് മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ രജനി പ്രമൻ, വിജിത പ്രജി എന്നിവർ സംസാരിച്ചു.
ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഗീത സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ അനി ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് AMAI കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ MB സന്തോഷ് ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുജിക്സൺ കിടപ്പ് രോഗികൾക്ക് എയർ ബെഡുകൾ സമ്മാനിച്ചു. രോഗനിർണയം നടത്തിയവർക്ക് ആവശ്യമായ സേവനങ്ങളും മരുന്ന് വിതരണവും സ്കൂളിലെ NSS വളണ്ടിയർമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സന്ദേശവുമായി മരുന്ന് വിതരണത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകളാണ് ഉപയോഗിച്ചത്. ലാൻഡ് ട്രൈബ്യൂണലുകളിലെ കേസ് ഫയൽ തീർപ്പാക്കൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ 2024 ഡിസംബർ 3-ാം തീയതി വരെ ക്രയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയ തലപ്പള്ളി, കുന്നംകുളം, ചാവക്കാട് താലൂക്ക് പരിധിയിൽപ്പെട്ട അപേക്ഷകരിൽ വിചാരണയ്ക്ക് ഹാജരാകാതിരുന്നവർക്ക് ഒരു അവസരം കൂടി നൽകുന്നു. നവംബർ 10, 11, 12 തീയതികളിൽ രാവിലെ 10:30 കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ കൈപ്പറ്റു രശീതി സഹിതം വിചാരണയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഹാജരാകാത്ത അപേക്ഷകരുടെ കേസുകൾ ഇനി ഒരറിയിപ്പില്ലാതെ തീർപ്പാക്കുന്നതായിരിക്കുമെന്ന് ലാൻഡ് ട്രൈബ്യൂണൽ സ്പെഷ്യൽ തഹസീൽദാർ KT ബാബു അറിയിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് 44 നമ്പർ അങ്കണവാടി സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. സബ് സെന്റർ രൂപീകരണത്തിന് വീട് സമർപ്പിച്ച രഞ്ജനയെ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ പൊന്നാടയിട്ട് ആദരിച്ചു. വാർഡ് മെമ്പർ പ്രദീപ് കൂനത്ത്, ബ്ലോക്ക് മെമ്പർ TS മണികണ്ഠൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോറിനി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഹരിദാസ്, 13-ാം വാർഡ് മെമ്പർ രാജി സോമൻ, ICDS സൂപ്പർവൈസർ ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പാതാക്കര ചേതന ഹെൽത്ത് ക്ലബിന്റെ 1-ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യോഗ ക്ലാസും കലാ, സാംസ്കാരിക, കായിക മേഖലകളിൽ മികവ് പുലർത്തിയ 30-ലധികം പേരെ ആദരിക്കലും നടന്നു. ചേതന പ്രസിഡന്റ് C സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബീന R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പരിപാടികൾക്ക് ക്ലബ് സെക്രട്ടറി KP രാധാകൃഷ്ണൻ, മറ്റ് ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 158 രൂപ. ചരമം കാട്ടക്കാമ്പാൽ നടുവിലെ പറമ്പിൽ പരേതനായ സുദർശൻ മാസ്റ്റർ ഭാര്യ മാർത്ത ടീച്ചർ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. ബേബിമോൻ, ബീനമോൾ, ബിന്ദുമോൾ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനം സംവരണം 1-2 ദിവസത്തിനകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്ന് സൂചന. പാചകവാതക സിലിണ്ടറുകൾ ബുക്കിംഗ് കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്താൽ ലഭിക്കാൻ 1 മാസം വരെ കാത്തിരിക്കേണ്ടതായി വരുന്നുവെന്ന് ആക്ഷേപം. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. MLA ഫണ്ടിൽ നിന്നും 29 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.